പിന്നെ ഞാൻ അപ്പാരോ 2 തവണ അടിച്ചപ്പോൾ അതാ വരുന്നു അരവിന്ദിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. പക്ഷേ ഇവിടെയാണ് നിങ്ങൾ പ്രൊഫഷണലി ആലോചിക്കേണ്ടത്. ഞാനിപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുകയാണെങ്കിൽ ഓബ്വിയസ്ലി ടീച്ചറിന് ഡൗട്ട് അടിക്കും. ഇത്രയും നേരം ഒന്നും എഴുതാതിരുന്ന ഇവൻ എങ്ങനെ ഇത്രയും അരമണിക്കൂറിൻ്റെ അകത്ത് 2 ക്വസ്റ്റ്യനും ചെയ്തു തന്നു. ഇത് തന്നെയാണ് വോട്ട് ചോരിയിൽ കുറേ പേര് BJP അടുത്ത് ചോദിക്കുന്നത്. അവർ കക്കുകയാണെങ്കിൽ എല്ലാ സീറ്റിലും കട്ടുകൂടെയെന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. കാരണം അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാവും അവിടെ സ്റ്റീലിംഗ് നടന്നു എന്നുള്ളത്. ഞാനും BJP ഒക്കെ പ്രൊഫഷണലി കക്കുന്നവരാണ്. ഞങ്ങൾ ഒരേ വേവ് ലെങ്ത് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് പാസ് മാർക്ക് കിട്ടി, അത് മതി. ഇതിൽ കൂടുതൽ എനിക്ക് ആവശ്യമില്ല. അപ്പോഴാണ് ദൈവം ഉള്ളിവടയുടെ രൂപത്തിൽ എന്നെ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ക്യാൻറ്റീനിൽ നിന്നും ചായയുടെ ഉള്ളിവടയുടെ മണമടിച്ചു. എൻ്റെ ടീച്ചറിനെ ചായ കുടിക്കണമെന്ന് പറഞ്ഞ് ടീച്ചറും ലാബ് അസിസ്റ്റൻറ്റും ഇറങ്ങിപ്പോയി. വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചറും ലാബ് അസിസ്റ്റൻറ്റും അകത്തേക്ക് കയറി. ഞാൻ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ പിന്നെ ടെർമിനൽ ഓപ്പൺ ചെയ്തു. അപ്പാരോ 2 തവണ അടിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ലാബ് അസിസ്റ്റൻറ്റിനെ വിളിച്ചു. പുള്ളിക്കാരൻ വന്ന് നോക്കി. 3 മണിക്കൂർ എക്സാം, 2.25 മണിക്കൂറായി. ഇവൻ ഏതോ ഒരു സിസ്റ്റത്തിലിരിക്കുന്നു. 2 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിരിക്കുന്നു. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ എക്സാം ഫുൾ മാർക്ക്.